നമസ്കാരം. സർഗപക്ഷത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക്. ഒരു നേരമെങ്കിലും കാണാതെ വയ്യൻ്റെ ഗുരുവായൂരപ്പാ നിൻ ദിവ്യരൂപം. ഇങ്ങനെ കവി ചൊവ്വലൂർ കൃഷ്ണൻകുട്ടി എഴുതിപ്പോയതുപോലെ അയ്യപ്പഗാനം ഒരു നേരമെങ്കിലും മൂളാത്ത വിശ്വാസികളായ ആളുകളില്ല, മലയാളികളില്ല. മണ്ഡലകാലവും മകരവിളക്ക് കാലവും കൂടി വർഷത്തിൽ 75 ദിവസമാണ് ശബരിമലയിലേക്കുള്ള പണ്ട് മുതലുള്ള തീർത്ഥാടന കാലമെങ്കിലും ഏറെക്കുറെ വർഷം മുഴുവനും ശബരിമലയിൽ അയ്യപ്പൻ്റെ സംസ്കാരത്തിൻ്റെ ഭാഗവും നമ്മളുടെ ജീവിതത്തിൽ തുടിച്ചു നിൽക്കും. അതുകൊണ്ട് നിന്നെ കണ്ടു കൊതി തീർന്നോരു കണ്ണുകളുണ്ടോ, നിന്നെ തൊഴുത് തൃപ്തിയടഞ്ഞ കൈകളുണ്ടോ, ഇങ്ങനെ പാടിക്കൊണ്ടേയിരിക്കുക. ഇങ്ങനെ തിരുനാമം പാടാത്ത നാവുകളുണ്ടോ അയ്യപ്പ എന്ന് ചോദിച്ചതുപോലെ മിക്കവാറും ആളുകൾ ഇങ്ങനെ പാടുകൾ ഈ ശബരിമല കാലമാകുമ്പോഴും അല്ലാത്തപ്പോഴും അയ്യപ്പ ഗാനങ്ങൾ പാടാനുണ്ട്. ആലപ്പുഴയിലെ പുന്നപ്രക്കാരനായ TKR ഭദ്രൻ എന്ന തൈച്ചിറയിൽ കൃഷ്ണൻ രാമഭദ്രൻ എഴുതിയ ഗാനങ്ങൾ അത് ധാരാളമായി കേരളത്തിൽ മുഴങ്ങിക്കേട്ടു. അതെല്ലാം മലയാളികൾ ഏറ്റുപാടി. അത്രമാത്രം മലയാളികളുടെ മനസ്സിനോട് ഇഴുകിച്ചേർന്ന ഗാനങ്ങൾ. ചലച്ചിത്ര ഗാനങ്ങൾ പോലും ഒരുപക്ഷെ അത്രയും ഉണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നു. മലയാളത്തിലെ ഗാനശാഖയിലെ വിശാലമായ ഒരു ആരാമമാണ് അയ്യപ്പ ഗാനങ്ങൾ എന്ന് തന്നെ പറയാം. ആരെയും പ്രചോദിപ്പിക്കുന്ന ശരണം വിളികളും അയ്യപ്പ ചരിതങ്ങളും കഴിഞ്ഞാൽ ആരെയും ശബരിമലയോടും അയ്യപ്പനോടും അടുപ്പിക്കുന്നത് അയ്യപ്പ ഗീതങ്ങളാണ്. ഗീതങ്ങൾ എന്നാൽ ഗാനങ്ങൾ, ചലച്ചിത്ര ഗാനങ്ങൾ, ഭക്തിഗാനങ്ങൾ, CD കാസറ്റ് ഗാനങ്ങൾ എല്ലാം ആ ഗണത്തിൽ വരും. ഇതിലൊന്നും പെടാത്ത നാടൻ പാട്ടുകളും സന്ധ്യാനാമങ്ങളും അടക്കം വലിയൊരു നിധിയുടെ ശേഖരം തന്നെ നമുക്കുണ്ട്. അത് ഈ എല്ലാ തരത്തിലും ഒരു പ്രത്യേക സംഗീത ശാഖ തന്നെയാണ് അയ്യപ്പ ഗീതങ്ങൾ എന്ന് പറയാവുന്നത്. അയ്യപ്പ ശബരിമല കവിതകൾ ഏറെയുണ്ട്. അങ്ങനെ എഴുതിയിരിക്കുന്ന ധാരാളം കവിതകൾ അത് കവിതകളാണെന്ന് പോലും അറിയാതെ നാം പാടി നടക്കുന്നുണ്ട്. മഹാകവി P. കുഞ്ഞിരാമൻ നായരുടെ ഒരു കവിതയുണ്ട്. മണ്ഡലമാസപ്പുലരികൾ പൂക്കും പൂങ്കാവനമുണ്ടേ, മഞ്ഞണിരാവു നിലാവ് പരത്തും പൂങ്കാവനമുണ്ടേ, തങ്ക പൂങ്കാവനമുണ്ടേ. ഇത് സംഗീത സംവിധായകനായ ശ്രീ M. K. അർജുനൻ അദ്ദേഹം സംവിധാനം ചെയ്ത് പ്രശസ്ത ഗായകൻ P. ജയചന്ദ്രൻ പാടിയ പാട്ടാണ്. അത് ഗാനമാണെന്നും അത് മഹാകവി ജിയുടേതാണെന്ന് പോലും അറിയില്ലെങ്കിലും നമ്മളിങ്ങനെ പാടി നടക്കുന്നുണ്ട്. അപ്പോൾ മലയിലേക്ക് ഉള്ള അദ്ദേഹം രചിച്ചിരിക്കുന്ന ശബരിമല അയ്യപ്പനെക്കുറിച്ചും ശബരിമലയെക്കുറിച്ചും ഒക്കെ വർണ്ണിക്കുന്ന മറ്റൊരു കവിതയുണ്ട്. അതിനകത്ത് ശാസ്താവിനെയും ശബരിമലയെ ഒരു പച്ചമരുന്നായിട്ട്, ശാസ്താവും ശബരിമലയും പച്ചമരുന്നാണെന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തിനുള്ള പച്ചമരുന്നാണെന്നറിയോ? മാറാ ജനിമൃതി രോഗം മാറ്റുന്ന പച്ചമരുന്ന്. കവി പാടുന്ന പമ്പാ നദിയുടെ കരയിൻ കാട്ടിൽ പച്ചമരുന്നുണ്ടേ, ഒരു പച്ചമരുന്നുണ്ടേ, മാറാജനിമൃതി രോഗം മാറ്റും പച്ചമരുന്നുണ്ടേ, മലനാടിൻ മലപച്ചമഘോഷിതി തേടിപ്പോണോരേ, മരണം മാറ്റും പച്ചമരുന്നിൻ ചാറുകുടിച്ചോരേ, മധുരച്ചാറുകുടിച്ചോരേ. 1976 അദ്ദേഹം എഴുതിയതാണ്. അങ്ങനെ 18-ാം പടി കയറി ഈ പോകുന്ന ഭക്തനെക്കുറിച്ചും ഒക്കെ അദ്ദേഹത്തിൻ്റെ കവിതകളുണ്ട്. ഇതുപോലെ തന്നെ മഹാകവി P. കുഞ്ഞിരാമൻ നായരെ ഭക്തകവി എന്നൊക്കെ പറഞ്ഞ് ഏതെങ്കിലും ഒരു മൂലയിൽ ഒതുക്കിക്കളഞ്ഞ ഒരു കാലം മലയാള കവിതയിലുണ്ടായിരുന്നു. കവി S. രമേശൻ നായർ അദ്ദേഹം ഇതുപോലെ തന്നെ അദ്ദേഹം ധാരാളം അയ്യപ്പ ഗാനങ്ങളും ഗുരുവായൂർ ഭക്തി ഗാനങ്ങളും ഒക്കെ എഴുതിയതുകൊണ്ട് അദ്ദേഹത്തിനെയും ഭക്തകവി എന്നുള്ള ഒരു കൂട്ടത്തിലാണ് പല ആൾക്കാരും മാറ്റി നിർത്തിയത്. രമേശൻ നായരുടെ മകരവിളക്ക്, വൃശ്ചികക്കണി, ധർമ്മരക്ഷകൻ, അയ്യപ്പാഞ്ജലി, തത്വമസി എന്നിങ്ങനെ ധാരാളം കവിതകളുണ്ട്. അതിൽ ഈ വൃശ്ചികക്കണി എന്ന് പറയുന്ന ഒരു കവിതയുണ്ട്. അതിനകത്ത് ഒരു 4 വരി ഞാൻ ചൊല്ലാം. പിന്നെയും വൃശ്ചികമെത്തി മണികണ്ഠ പൊൻകണി കാണാൻ വരുന്നു ഞങ്ങൾ, വിശ്വാസം മാത്രമല്ലീ രക്ഷ ജീവിത വിസ്മയത്തിൻ വരദാന ഭിക്ഷ, ആരെ നാം വിശ്വസിക്കും ധർമ്മരൂപനാം അയ്യപ്പൻ തന്നെ രക്ഷ, മാമലനാടിൻ മഹിമ കാക്കാൻ നമുക്കാരുണ്ടൊരാശ്രയം ശൈവപുത്ര. അങ്ങനെ അതിമനോഹരമായ ഒരു കവിതയാണ്, സുദീർഘമായ കവിതയാണ്. ഇങ്ങനെ ധാരാളം കവിത എഴുതിയിട്ടുണ്ട്. ധാരാളം ഗാനങ്ങൾ, അയ്യപ്പ ഗാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെയാണെങ്കിലും അയ്യപ്പ ഗാനങ്ങൾക്ക് ഒരു പ്രത്യേക ഗരിമ തന്നെയുണ്ട്. ഒറ്റയ്ക്കും കൂട്ടായും പാടാവുന്ന ഗാനങ്ങൾ ശരണമന്ത്രങ്ങൾ പോലെ ജനസഞ്ചയത്തിന് പരിചിതമാണ്.
അയ്യപ്പ ഗീതങ്ങൾ തന്നെയാണ് മലയാളത്തിൽ പുറത്ത് വന്നിട്ടുള്ള ഏറ്റവും വിശാലമായ ഒരു പാട്ടുമേഖലയെന്നും എനിക്ക് തോന്നുന്നു. മണ്ഡലകാലത്തും അല്ലാത്തപ്പോഴും തേടി വരും കണ്ണുകളിൽ ഓടിയെത്തും സ്വാമി, തിരവിളക്കിൻ കതിരൊളിയിൽ കുടിയിരിക്കും സ്വാമി, വാടിവീഴും പൂവുകളെ തുയിലുണർത്തും സ്വാമി. എന്ത് ഗംഭീരമായ കവിതയാണ് അത്. ആ കവിതയെ, ആ പാട്ട് ഒക്കെ പാടി നടക്കുന്നത് മലയാളിയുടെ ഒരു ശീലമാണ്. ശരണം വിളിക്കുമുണ്ടൊരു സംഗീതം, അതിനുമുണ്ടൊരു താളം, അതിനുമുണ്ടൊരു ഈണം. സംഘം ചേർന്നുള്ള ഒരു യജ്ഞമാണല്ലോ ഈ ശബരീശ ദർശനം. അതുകൊണ്ടാവാം സർവരെയും ലയിപ്പിക്കുന്ന താളവും ഈണവും ചേർന്നുള്ള ഏത് അയ്യപ്പ ഗീതയും ഹൃദ്യമാകുന്നതും ഭക്തി സമ്മർദ്ദകമാകുന്നതും. ശബരിമല അയ്യപ്പസ്വാമിയുടെ ഉറക്കുപാട്ടായി പതിറ്റാണ്ടുകൾ മുമ്പ് തന്നെ പാടി വരുന്ന ഹരിവരാസനം, ഹരിവരാസനം വിശ്വമോഹനം ഹരിതധീശ്വരം, ആ പാട്ട് അത് അത്ര പ്രചാരം വേറെ പാട്ടുകൾക്കില്ല. ശ്രീ ജി ദേവരാജൻ മാസ്റ്റർ സംഗീതം നൽകി മധ്യമാവധി രാഗത്തിലാണ് ആ പാട്ട് പാടിയിരിക്കുന്നത്. ഗാനഗന്ധർവൻ യേശുദാസാണ് ആ പാട്ട് പാടിയിരിക്കുന്നത്. ആ പാട്ടിന് അതേ ഈണത്തിൽ ചില പാട്ടുഭേദം വരുത്താനല്ലാതെ അതിൻ്റെ ഒരു രാഗം മാറ്റാനോ അതിൻ്റെ ഈണം മാറ്റാനോ ഒന്നും കഴിഞ്ഞിട്ടില്ല. ഇക്കാലത്തിലധികം കഴിഞ്ഞിട്ടില്ല. അത്ര കൃത്യമായ ട്യൂണിങ്ങാണത്. ഹരിവരാസനം മൂളാത്ത മലയാളികളില്ല. കാരണം നമുക്ക് ഈ താരാട്ടുപാട്ടിലെ ഇരയിമൻ തമ്പിയുടെ ഓമനത്തെങ്കൾക്കിടാവൂ നല്ല കോമള താമര പൂവൂ എന്ന കുറിഞ്ചി രാഗത്തിലുള്ള ഒരു ഉറക്കുപാട്ടുണ്ടല്ലോ, ആ ഉറക്കുപാട്ട് പോലെ ഈ ഹരിവരാസനവും മലയാളിയുടെ സംഗീത പാരമ്പര്യത്തിൻ്റെ ഭാഗമായിട്ട് അവനിലുണ്ട്. ഹരിവരാസനം ഏതോ കാലം മുതൽ അയ്യപ്പ സന്നിധിയിൽ പാടാൻ തുടങ്ങിയിരിക്കുന്ന പാട്ടാണ്. കമ്പക്കുടി കുളത്തൂർ അയ്യർ എഴുതിയതാണെന്നും അതല്ല ആലപ്പുഴ പുറക്കാട്ടെ കോനകത്ത് കുടുംബാംഗമായ ജാനകിയമ്മ എഴുതിയതാണെന്നും ഒക്കെയുള്ള തർക്കങ്ങളുണ്ട്. അതവിടെ നിൽക്കട്ടെ, നമുക്കതല്ല വിഷയം. ശബരീശ സ്തുതി ഗീതങ്ങൾ ആദ്യമായി റെക്കോർഡ് ചെയ്തത് എന്താണെന്നറിയാമോ? അങ്ങനെ ആദ്യമായി റെക്കോർഡ് ചെയ്ത് പുറത്തു വരുന്നത് 1960-കളിലാണ്. ജയവിജയന്മാരെന്ന പ്രശസ്തരായ അയ്യപ്പ ഭക്തന്മാരായ ചെമ്പൈ ഭാഗവതരുടെ നേരിട്ടുള്ള ശിഷ്യന്മാരായിരുന്ന അവരിറക്കിയ ഒരു സംഗീത ആൽബമുണ്ട്. സംഗീത ആൽബം എന്ന് ഇപ്പോൾ നമ്മൾ പറയുന്ന സംഗീത ആൽബമല്ല, അന്നത് റെക്കോർഡാണ്. പി ലീലയാണ് അത് പാടിയത്. ഇഷ്ടദൈവമേ സ്വാമി ശരണമയ്യപ്പ എന്ന പാട്ട്, ആ പാട്ട് വളരെ പ്രശസ്തമായി. പിന്നാലെ ശ്രീ പി ജയചന്ദ്രൻ്റെ ശബ്ദത്തിൽ ഇറങ്ങിയ ശ്രീ ശബരീശ ദീനദയാല മാമല വാഴും മണികണ്ഠ ശരണം ശരണം നിൻപദ കമലം പുലിവാഹനനാം അയ്യപ്പ എന്ന പാട്ടുണ്ടല്ലോ, അതും വളരെ മനോഹരമായ, ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഹിറ്റായ ഒരു ഗാനമാണ്. MP ശിവം എന്ന പേരിൽ പാലക്കാട്ടുകാരൻ പരമേശ്വരൻ നായർ എഴുതിയ ദർശനം പുണ്യദർശനം ശബരിമല വാഴും അങ്ങനെ പാട്ടുണ്ടല്ലോ, ആ പാട്ട് അത് HMV റെക്കോർഡിങ്ങിലൂടെ ആദ്യം പുറത്തു വന്നത്. യേശുദാസ് പാടിയ സ്വാമി ശരണം ശരണമെൻ്റെ അയ്യപ്പ എന്ന പാട്ടില്ലേ, അത് സംഘഗാനമായി കേരളം അന്നും ഇന്നും കൊണ്ടാടുന്ന അയ്യപ്പ ഗാനമാണ്. സ്വാമി ശരണം ശരണമെൻ്റെ അയ്യപ്പ സ്വാമിയല്ലാതൊരു ശരണമില്ലയ്യപ്പ ഹരിഹരസുതനേ ശരണം പൊന്നയ്യപ്പ അവിടുന്നല്ലാതൊരു ശരണമില്ലയ്യപ്പ. അയ്യപ്പ ഭക്തിഗാനം എന്നൊരു സംഗീത ശാഖ പോലെ ആയി ഈ രംഗത്ത് ഈ ശ്രീ ജയവിജയന്മാരുടെ സാന്നിധ്യവും അവരുടെ പ്രയത്നങ്ങളും. അന്തരിച്ച ബിച്ചു തിരുമല എഴുതിയ വിഷ്ണുമായയിൽ പിറന്ന വിശ്വരക്ഷക ബില്വപത്ര സദൃശനയന ശരണമേകണേ സ്വാമി ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ എന്ന പാട്ടില്ലേ, അത് എത്രമാത്രം നമ്മൾ ഏറ്റുപാടിയ പാട്ടാണ് അതെന്ന് ആലോചിക്കണം. അതിനകത്ത് അയ്യപ്പ ഭക്തി ഗാനത്തിന് പുതിയൊരു മാനം നൽകുകയായിരുന്നു അത് ചെയ്തത്. കാലം കാർത്തിക മാസം 1-ാം ദിനം രാവിലെ കുളിച്ചീരനായി തിരുമുദ്രയും ചാത്തി ഞാൻ ആദ്യമായി അയ്യപ്പ തിന്തകത്തും ഹരിഹര നന്ദനം തിന്തകത്തും സ്വാമി തിന്തകത്തും അങ്ങനൊരു പാട്ടുണ്ടല്ലോ, ആ പാട്ട് ഇതുപോലെ തന്നെയാണ്. നമ്മൾ ജൈവജയന്മാരുടെ ശബ്ദത്തിൽ അതിപ്പോഴും നമ്മൾ കേൾക്കുന്നു, ഇപ്പോഴും നമ്മളുടെ കർണപുടങ്ങളിൽ അതിങ്ങനെ മായാതെ നിൽക്കുകയും ചെയ്യുന്നുണ്ട്. കലാഭവൻ മണി നാടൻപാട്ട് രീതിയിൽ പാടിയ അയ്യപ്പ ഭക്തി ഗാനങ്ങൾ അത് നമ്മുടെ വാണിജ്യ ഭാഷയിൽ നേരത്തെ പറഞ്ഞ പോലെ ഹിറ്റായ പാട്ടുകളായിരുന്നു. അയ്യപ്പനെക്കുറിച്ചാവണം ഏറ്റവും കൂടുതൽ ഗാനങ്ങൾ രചിക്കപ്പെട്ടുള്ളത്. അതിനൊരു കാരണം ഈ വിഷ്ണുവും പരമശിവനും ചേർന്നുള്ള മൂർത്തിയായതിനാൽ പുരാണ സങ്കല്പങ്ങൾ അത് ഗീതത്തിലാക്കുവാനുള്ള സാധ്യതകൾ ഏറെയാണ്, അത് വിശാലമാണ്. അതുകൊണ്ടുകൂടി ആവാം അങ്ങനെ സംഭവിച്ചിരിക്കുന്നത്. ഇത്രമാത്രം ജനകീയനായ ഒരു ഈശ്വര സങ്കല്പം അയ്യപ്പനെ പോലെ അധികം ഇല്ലാതാനും അതും കാരണമാവാം. അയ്യപ്പ ഗീതങ്ങൾ വളർത്തിയത് ഭക്തി മാത്രമായിരുന്നില്ല, ഒരു സംസ്കാരം കൂടിയായിരുന്നു. അപ്പോൾ വയലാറിൻ്റെ സിനിമാ ഗാനങ്ങൾ, വയലാർ സിനിമയ്ക്ക് വേണ്ടി എഴുതിയതാണ് ആ പാട്ടുകളെങ്കിലും ഇതുവരെ ശബരിമലയിൽ പോയിട്ടില്ലാത്ത, ശബരിമലയിൽ പോകുവാൻ ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും പോകുവാൻ കഴിയാതെ പോയ, ശബരിമലയിൽ പോകാതെ വയലാർ എഴുതിയ പാട്ടില്ലേ, ആ പാട്ടൊക്കെ ഒരുപക്ഷെ ശബരിമലയിൽ പോകാൻ പല ആൾക്കാർക്കും പ്രേരണ പോലും ആയിട്ടുണ്ടായി.
ശബരിമലയിൽ തങ്ക സൂര്യോദയം, ഈ സംക്രമപ്പുലരിയിൽ അഭിഷേകം, ഭക്തകോടി തേടിയെത്തും സന്നിധാനത്തിൽ വന്നെത്തുമെൻ്റെ ഹൃദയവും ഉടുക്കും കൊട്ടി. അങ്ങനെ അത് എത്ര ഗംഭീരമായ പാട്ടാണത്. പമ്പയിൽ കുളിച്ചു തോർത്തി അക്ഷരലക്ഷം മന്ത്രങ്ങളൊരുക്കഴിച്ചു, പുണ്യപാപ ചുമടുകളാമിരുമൂടിക്കെട്ടുമേന്തി പൊന്നമ്പല നട ചവിട്ടാൻ വരുന്നു ഞങ്ങൾ. ഗംഭീരമായ പാട്ട്. ഇവയൊക്കെ ആരെയും കൊതിപ്പിച്ചു. ഗുരുവായൂരമ്പല നടയിൽ ഒരു ദിവസം ഞാൻ പോകും, ഗോപുരവാതിൽ തുറക്കും, ഗോപകുമാരനെ കാണും എന്ന യേശുദാസിൻ്റെ പാട്ടിലെ ആ പാട്ട് കേട്ട് ഗുരുവായൂരിനോട് സ്നേഹം തോന്നി ഗുരുവായൂരിൽ അയ്യപ്പനെ ഭഗവാനെ കാണുവാൻ വേണ്ടി, ശ്രീകൃഷ്ണനെ കാണുവാൻ വേണ്ടി പോയ ആൾക്കാരെ പോലെയാണ് അയ്യപ്പനെ കാണുവാൻ വേണ്ടി ഇത്തരം പാട്ടുകൾ കേട്ട് ശബരിമലയിൽ പോയിരിക്കുന്ന ധാരാളം ആൾക്കാർ ഉണ്ടാവണം എന്ന് ഞാൻ വിചാരിക്കുന്നു. ആ ദിവ്യനാമം അയ്യപ്പ ഞങ്ങൾക്കാനന്ദദായക നാമം എന്ന പാട്ട്. നിന്നെ കണ്ടു കൊതി തീർന്നോരു കണ്ണുകളുണ്ടോ, ആ പാട്ട്. ശബരിഗിരിനാഥ സ്വാമി ശരണമയ്യപ്പ. അങ്ങനെ ഈ പാട്ടുകളൊക്കെ ധാരാളം പാടി 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 നമ്മളുടെ ഉള്ളിനെ ഭക്തി സാന്ദ്രമാക്കിയിട്ടുള്ളതാണ്, നമ്മളുടെ ഉള്ളിനെ വിമലീകരിച്ചിട്ടുള്ളതാണ്. തത്വമസിയുടെ ഹൃദയം ഒരു സഹസ്രദള കമലം, അതിൽ ഷഡ്പദലക്ഷങ്ങൾ വലം വെച്ചു മൂളുന്നു ശരണമയ്യപ്പ മന്ത്രം, സ്വാമി ശരണമയ്യപ്പ മന്ത്രം. എസ് രമേശൻ നായരുടെ ഒരു പാട്ടാണ്. വേദവും വേദാന്തവും വളരെ ഗഹനമായ തത്വങ്ങൾ പോലും ലളിതമായി നമുക്ക് പാട്ടിൽ പറഞ്ഞു തരുവാൻ, അത് അയ്യപ്പ ഗീതിയിലൂടെ പറഞ്ഞു തരുവാൻ വേണ്ടി നമുക്ക് ഒരു വലിയ സാഹിത്യ ശാഖ ഉണ്ടായിരുന്നു എന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ ആ പാട്ട് പാടിയത്. ശ്രീകുമാരൻ തമ്പി, പൂവച്ചൽ ഖാദർ, ഭരണിക്കാവ് ശിവകുമാർ, ചുനക്കര രാമൻകുട്ടി, അഭയദേവ്, TKR ഭദ്രൻ. ഈ TKR ഭദ്രൻ്റെ കാര്യം നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആലപ്പുഴയിലെ പുന്നപ്രയിൽ തൈച്ചിറയിൽ കൃഷ്ണൻ രാമഭദ്രൻ. അദ്ദേഹം ആലപ്പുഴ പുന്നപ്ര സ്വദേശിയായിരുന്നു. ചെന്നൈ എയർലൈൻസിലെ കാറ്ററിംഗ് ജോലിക്കാരനായിരുന്നു. തരംഗടിയിലൂടെ യേശുദാസ് പാടി വിശ്വപ്രസിദ്ധമാക്കിയ പല പാട്ടുകളിലും അദ്ദേഹമാണ് അത് രചിച്ചത്. അങ്ങനെ ശ്രീഭദ്രൻ, RK ദാമോദരൻ, ആലപ്പി രംഗനാഥ്, ചൊവ്വല്ലൂർ കൃഷ്ണൻകുട്ടി, കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി, അങ്ങനെ അയ്യപ്പ ഗാന ശാഖ, അയ്യപ്പ ഗീതകൾ എഴുതിയ ധാരാളം കവികൾ, അയ്യപ്പ സ്തുതികൾ എഴുതിയ ധാരാളം കവികൾ, ഗാനങ്ങൾ എഴുതിയ ആളുകൾ, വളരെ സാധാരണക്കാരായ ആൾക്കാർ പോലും എഴുതിയ അയ്യപ്പ ഗാനങ്ങൾ നമ്മുടെ കർണങ്ങളിൽ ആവർത്തിച്ച് കേൾക്കുകയും നമ്മളതിൻ്റെ ആ സംസ്കാരത്തിൻ്റെ ഭാഗമാകുകയും ചെയ്തിട്ടുണ്ട്. ശ്രീ പി കുഞ്ഞിരാമൻ, മഹാകവി പി കുഞ്ഞിരാമൻ നായരുടെ കാര്യം പറഞ്ഞു. മഹാകവി അക്കിത്തം എഴുതിയിട്ടുണ്ട് അയ്യപ്പ കവിതകൾ. എസ് രമേശൻ നായർ എഴുതിയിട്ടുണ്ട്. ധാരാളം പേര് അത്തരം അയ്യപ്പ കവിതകൾ എഴുതിയിട്ടുണ്ട്. പാട്ടിന് സാഹിത്യം വേണമെന്നല്ലാതെ ഈ സംഗീതവും താളവും ചേർന്ന് താളവും ചേരുമ്പോഴേക്കും അതങ്ങ് സാർവലൗകികമാകാറുണ്ട് പലപ്പോഴും. സ്വാമി സംഗീതം അങ്ങനെയാണ്. അതൊരു സംഗീത ശാഖയാണ്. സൂഫി സംഗീതം പോലെ, രവീന്ദ്ര സംഗീതം പോലെ അത് കാലദേശ ഭാഷാഭേദങ്ങളും എല്ലാം കടന്ന് അതങ്ങനെ ഭക്തിയും വിശ്വാസവും ഇങ്ങനെ പ്രചരിപ്പിക്കുകയാണ്. ഓരോരുത്തരെയും സ്വാമി സംഗീതം ആലപിക്കുന്ന താപസ ഗായകരാക്കുകയാണ്. ഇടക്കാലത്ത് ഈ കാസറ്റ് ഒരു പ്രളയമായിരുന്നു. ധാരാളം കാസറ്റുകൾ, അയ്യപ്പ ഗാനങ്ങൾ ധാരാളം എഴുതാനും 10, 13, 14 പാട്ടുകളുള്ള അയ്യപ്പ ഗാന കാസറ്റുകൾ. അത് ഈ ശബരിമല തീർത്ഥാടന കാലമാകുമ്പോൾ തുടങ്ങി പുതിയ കാസറ്റ് ഇറക്കുന്നതിൽ മത്സരമായിരുന്നു. എത്രയോയിരുന്നു ഇറങ്ങിയിരുന്നത്. അതങ്ങോട്ട് മാറി കുറച്ച് കഴിഞ്ഞ സമയത്ത് നമ്മുടെ സാങ്കേതികവിദ്യ മാറിയപ്പോഴേക്ക് CD വന്നു. CD വന്നപ്പോഴേക്കും CD-യുടെ പ്രളയമായിരുന്നു. ഒരു ദിവസം എന്ന നിലയിൽ ശബരിമല സമയമാകുമ്പോഴേക്കും അയ്യപ്പ ഗാനങ്ങളുടെ CD-കൾ ധാരാളം ഇങ്ങനെ പുതിയതായിട്ട് വരുന്നുണ്ടായിരുന്നു. പക്ഷേ പുതിയ സാങ്കേതിക വിദ്യകൾ വന്നപ്പോൾ ഈ പാട്ടുകൾക്ക് സ്ഥാനം മറ്റൊന്നായി. ഇപ്പോൾ ഞാൻ ഇന്ന് സംസാരിച്ചപ്പോൾ ഒരാൾ പറഞ്ഞത്, ഇപ്പോൾ അയ്യപ്പ ഗാനങ്ങൾ ധാരാളം ഇറങ്ങുന്നുണ്ട്, അത് റീൽസ് പോലെയാണ്. 1 മിനിറ്റ് നേരത്തേക്കൊക്കെയാണ് ഇപ്പോൾ ഗാനങ്ങൾ. അതായത് പല്ലവിയും അനുപല്ലവിയും ഒക്കെ ആയിട്ട് ഉണ്ടായിരുന്ന ഗാനങ്ങളെ അത് 3 or 4 വരികളിൽ ഒതുക്കിയിട്ട് അതിനെ 1 മിനിറ്റ് നേരത്തേക്കുള്ള പാട്ടുകൾ ആക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ കാസറ്റ് നിർമ്മിക്കലും വിപണനവും ഒന്നും അത്ര ലാഭകരമല്ലാതായ കാലഘട്ടത്തിൽ നമ്മുടെ ഈ സംഗീത ശാഖയ്ക്ക് പൊതുവേ ഉണ്ടായിരിക്കുന്ന ഒരു ശോഷിപ്പ് അത് അയ്യപ്പ ഗാന മേഖലയിലും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വാസ്തവം തന്നെയാണ്. അതിൻ്റെ ഒരു ഒഴുക്ക് കുറഞ്ഞിട്ടുണ്ട്. എന്നാൽ അയ്യപ്പ ശബരിമലയിലെ ഗാനങ്ങൾ ഇറങ്ങാതിരിക്കുന്നില്ല.
ഇപ്പോഴും ഓരോ ആൾക്കാരും പ്രത്യേകം അവരുടേതായ രീതിയിൽ ഇങ്ങനെ ഇറങ്ങുന്നുണ്ട്. ഒറ്റയായിട്ടുള്ള ഗാനങ്ങൾ ഇറങ്ങുന്നുണ്ട്, അയ്യപ്പ ഗാനങ്ങൾ ഇറങ്ങുന്നുണ്ട്. ധാരാളം കവിതകളും എഴുതുന്നുണ്ട്. ഈ കാലമാകുമ്പോഴേക്കും അയ്യപ്പ ശബരിമല തീർത്ഥാടന കാലമൊക്കെ ആകുമ്പോഴേക്കും അയ്യപ്പ കവിതകളും ധാരാളം എഴുതുന്നുണ്ട്. ഞാൻ ഓർമ്മിക്കുന്നത് എൻ്റെ ഒരു 2 വർഷം മുമ്പ് 2-3 വർഷം മുമ്പുണ്ടായ ഒരു ശബരിമല തീർത്ഥാടന കാലത്ത് ഇതുപോലെ അയ്യപ്പ സ്തോത്രങ്ങൾ ഒക്കെ വായിക്കുകയും കേൾക്കുകയും ഒക്കെ ചെയ്തതിൻ്റെ ഒരു വികാരത്തിൻ്റെ പശ്ചാത്തലത്തിലായിരിക്കാം ഒരു ദിവസം ഒരു ശ്ലോകം എന്ന നിലയിൽ ഒരു അയ്യപ്പ സ്തുതികളെന്നോ അല്ലെങ്കിൽ ശബരിമലയിലേക്കുള്ള ഒരു യാത്ര, ശബരിമലയിലേക്ക് യാത്ര ചെയ്യുന്ന ഒരാൾ കാണുന്ന കാഴ്ചകൾ എന്ന മട്ടിൽ ഒരു 40-41 ദിവസത്തേക്ക് ഇങ്ങനെ ശ്ലോകങ്ങൾ എഴുതിയായിരുന്നു. അത് ഞാൻ എഴുതിയ ആ ശ്ലോകങ്ങളെല്ലാം കൂടി സമാഹരിച്ചിട്ട് ഒരു പുസ്തകം ഇറക്കിയിട്ടുണ്ട്. അതിൽ കൃഷ്ണ കവിതകൾ ചേർത്തിട്ടുള്ള കൃഷ്ണ കവിതകളും അയ്യപ്പ കവിതകളും ചേർന്നിട്ടുള്ള ഒരു സമാഹാരമാണ്. ആ പുസ്തകത്തിൽ കൃഷ്ണകിരീടവും കർപ്പൂരാഴിയും എന്നാണ് അതിൻ്റെ പേര്. അതിൽ കർപ്പൂരാഴി എന്ന് പറയുന്ന ഭാഗമാണ് അയ്യപ്പ ശബരിമല ചരിതങ്ങൾ ഉൾപ്പെടുന്ന ഭാഗമുള്ളത്. അതിനകത്ത് ഒരു ശ്ലോകം ചൊല്ലി നമുക്ക് സമാപിപ്പിക്കാം. പോരുന്നോരു വഴിക്കു കണ്ടു മുകിലും മഞ്ഞും മയങ്ങുന്നിളം മാറിൽ മാമലതൻ മരങ്ങളതിനായി പൂന്തൊട്ടിലാട്ടുന്നതും. പോരുന്നോരു വഴിക്കു കണ്ടു മുകിലും മഞ്ഞും മയങ്ങുന്നിളം മാറിൽ മാമലതൻ മരങ്ങളതിനായി പൂന്തൊട്ടിലാട്ടുന്നതും. നേരഞ്ചാഞ്ഞിരുൾ വീണിടും വഴികളിൽ കാറ്റിൽ പരന്നെത്തി വന്നിടും ശബ്ദമതേതിലും ശ്രുതിയലിഞ്ഞിടുന്ന മന്ത്രസ്വനം. നേരം ചാഞ്ഞിരുൾ വീണിടും വഴികളിൽ കാറ്റിൽ പരന്നെത്തി വന്നിടും ശബ്ദമതേതിലും ശ്രുതിയലിഞ്ഞിടുന്ന മന്ത്രസ്വനം. ശബരിമല തീർത്ഥാടന കാലത്ത് അങ്ങനെയാണ്. ഏത് ശബ്ദം കേൾക്കുമ്പോഴും അത് അയ്യപ്പൻ്റെ ശബ്ദം പോലെ, അയ്യപ്പ നാമത്തിൻ്റെ ശബ്ദം പോലെ, അയ്യപ്പ സ്മരണകൾ ഉയർത്തുന്ന ശബ്ദം പോലെ തോന്നും. നമുക്ക് മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നമസ്കാരം.